നമസ്കാരം. ഞാൻ ബിന്നിച്ചൻ തോമസ്. എന്റെ അടുത്ത ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്റെ വീഡിയോ ഇടുമ്പോഴെല്ലാം എനിക്ക് ഒത്തിരി നല്ല ആൾക്കാർ ചോദിക്കാറുണ്ട്, ചേട്ടാ ചേട്ടൻ്റെ വീട് ഒന്ന് കാണിക്കാവോ? അപ്പോൾ ഞാൻ ഇന്ന് എന്റെ വീടാണ് കാണിക്കുന്നത്. അതുകൂടാതെ ഒരു ചെസ്റ്റ് ഇൻഫർമേഷൻ കൂടെ ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് വീട് പണിയുന്നത്, വീട് മേടിക്കുന്നത് എന്നൊക്കെയാണ് ഇൻഫർമേഷൻ. അതായത് ഇത് എന്റെ വീടാണ്. ഞാൻ ഏകദേശം 2 കൊല്ലം മുമ്പാണ് ഈ വീട് പണിത്. ഞാൻ അന്ന് 2 കൊല്ലം മുമ്പാണ് പണിത്. അന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ചെറിയ ക്ലിപ്പുകൾ മൊബൈലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം 1-2 ക്ലിപ്പുകൾ ഇട്ട് കാണിക്കുന്നത്. ഏകദേശം ഈ വീട് പണിത് തീർന്നപ്പോൾ ഏകദേശം എനിക്കൊരു $2,10,000 ഈ വീടിന് മാത്രം. പിന്നെ സ്ഥലത്തിനും വീടിനും കൂടി $4,00,000 അത് നമുക്ക് ഡിപ്പെൻസ് ഓപ്പൺ ഏരിയ. ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ മെൽബോണിന് ഏകദേശം ഇച്ചിരി ദൂരെയാണ് താമസിക്കുന്നത്. ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ്. അപ്പൊ ഇവിടങ്ങൾ ഒന്നായി എന്ന് പറഞ്ഞൊരു സബർബാണ്. ഇവിടങ്ങളിൽ വീടിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വിലക്കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ സിറ്റി അടുക്കുന്തോറും വില കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ ഈ വില എന്ന് പറയുന്നത്. അപ്പം ഈ വീട് പണിയുന്നതിന് നമുക്ക് പല രീതികളുണ്ട്. ഒന്ന്, നമുക്ക് പല കമ്പനികളെ അപ്രോച്ച് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞത് മെട്രിക്കോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ആ മെട്രിക്കോൺ എന്ന് പറഞ്ഞ കമ്പനിക്കാരുണ്ട്, ABC ബിൽഡേഴ്സ്, അങ്ങനെ പല ബിൽഡേഴ്സ് ഉണ്ട്. അവർക്ക് ഒത്തിരി പ്ലാനുകൾ അവരുടെ എഞ്ചിനീയർമാർ തന്നെ ഡിസൈൻ ചെയ്ത പ്ലാനുകളുണ്ട്. അപ്പൊ ആ പ്ലാനുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാനുകളിൽ നിന്നോട് തന്നെ നമുക്ക് ഇച്ചിരി വ്യത്യാസം വരുത്തി നമുക്ക് പെര പണിയാം. നമുക്കിപ്പോൾ ഉദാഹരണം ഗാരാജിന്റെ വലിപ്പം കൂട്ടാം, ബെഡ്റൂമിന്റെ വലിപ്പമൊക്കെ ഇച്ചിരി കൂട്ടാം, ഡിസൈനൊക്കെ ഇച്ചിരി മാറ്റാം. പക്ഷേ നമുക്ക് വേറൊരു രീതി പെര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെര കൊടുക്കുന്നുണ്ട് ആൾക്കാർ. ആ പെരകൾ നമ്മുടെ നാട്ടിലൊക്കെ പോകുന്നവർ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പെരയൊന്ന് മേടിക്കാം. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് എങ്ങനെ വെച്ചാൽ നമുക്ക് ഇച്ചിരി സ്ഥലമൊക്കെ ഉള്ള വേണം. നമുക്ക് ഇച്ചിരി 1 ഏക്കർ 2 ഏക്കർ 10 ഏക്കർ സ്ഥലമൊക്കെ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ ഇച്ചിരി ഉള്ളിലോട്ട് മാറി കഴിഞ്ഞാൽ ഫാം ലാൻഡുകളും അതിനുള്ള വീടുകളും കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് ഈ 3 ടൈപ്പിൽ നമുക്ക് മേടിക്കാം. ഒന്നിന് നമുക്ക് പെര പണിയിപ്പിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പെരകൾ കൊടുക്കുന്ന ആൾക്കാർക്ക് മേടിക്കാം. പിന്നെ കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമുകൾ മേടിക്കാം. അങ്ങനെയാണ് ഈ ഓസ്ട്രേലിയയിൽ. അപ്പോൾ ഏതായാലും നമ്മുടെ പെരയെല്ലാം ഒന്ന് കാണാം. അതാണ് ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് ചെറിയൊരു നെയ്ബർഹുഡാണ്. അതായത് കോളേജ് എസ്റ്റേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. പുതിയ പെരകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് ഏകദേശം നേരത്തെ ഇതിനു മുമ്പ് ഈ സ്ഥലം ഒരു ഫാം ലാൻഡ് ആയിരുന്നു. ആൾക്കാരൊക്കെ നടക്കുന്നുണ്ടല്ലേ, കണ്ടല്ലോ, ഫാം ലാൻഡ് ആയിരുന്നു. അത് ഇങ്ങനെ ഈ സ്ഥലം ആൾക്കാർ ഈ കമ്പനി ഏറ്റെടുത്ത് അവർ ചെറിയൊരു പ്ലോട്ടുകളാക്കി കൊടുക്കും. അതായത് 700 സ്ക്വയർ മീറ്റർ 1000 സ്ക്വയർ മീറ്റർ അങ്ങനെ കൊടുക്കും. ഇതാണ് നമ്മുടെ പെര. ഇതുണ്ടല്ലേ, ഇത് നമ്മൾ തന്നെ ചെയ്തൊരു പരിപാടിയാണ്. ഇത് മെട്രിക്കോണിൻ്റെ കമ്പനിയാണ് ഈ പെര പണിത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാം നമുക്ക് ഗരാജ്. പുതിയ പെരകൾക്കെല്ലാം ഇങ്ങനെയുള്ള ഗരാജുകളാണ്. അതായത് റിമോട്ട് കൺട്രോൾ കണ്ടല്ലേ, റിമോട്ട് കൺട്രോൾ ഉണ്ട്. അത് നമ്മൾ ഈ പുതിയ പെരകളെല്ലാം അവരുടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അവർ പുതിയ പെര പണിയുമ്പോൾ അവർ തന്നെ നമുക്ക് കണ്ടല്ലേ ഈ ഗരാജ് ഇത് ഇങ്ങനെ ഞെക്കി കഴിയുമ്പോൾ നമുക്ക് തുറന്നു പോകും. അപ്പം നമുക്ക് ആ വണ്ടിക്കകത്തിരുന്ന് തന്നെ നമുക്ക് വണ്ടി കയറ്റാൻ പറ്റും. നമ്മുടെ ഗരാജാണ്. നമുക്ക് 2 വണ്ടിക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇതാണ് പണിയുന്നതിൻ്റെ ഒരു ഗുണം. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി പെര കൂട്ടാം. അതായത് നമ്മുടെ ഗാരാജിൻ്റെ സൈസ് നമുക്ക് കൂട്ടാൻ പറ്റും നമ്മൾ പണിയുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോഴത്തെ പുതിയ പെരകളെല്ലാം ഏകദേശം ഗാരാജിൻ്റെ സൈസ് കൂട്ടിയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കയറി ചെറിയൊരു ഫ്രണ്ട് മിക്ക പേരേക്ക് ഇതുപോലുള്ള ചെറിയ ഗാർഡനൊക്കെ ഫ്രണ്ടിൽ കാണും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ ഞാനിതൊക്കെയാണ് ഈ ചെടികളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീട് പണിയാനായിട്ട് സാധാരണ ആൾക്കാർ ഇവിടെ വന്നു കഴിയുമ്പോൾ പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഓസ്ട്രേലിയയിൽ ഉള്ള ഒരു ഗുണം ഞാൻ കണ്ടേക്കുന്നത്. ഞാൻ നേരത്തെ UK യിലായിരുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ വീട് പണിയിക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ കൊടുക്കുന്ന വീടുകൾ മേടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ കമ്പനിക്കാർ പണിത് കൊടുക്കുന്ന വീടുകൾ നമുക്ക് മേടിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് സ്ഥലം മേടിച്ച് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് പണിയിപ്പിക്കാം. എന്നും പറയാൻ നമ്മുടെ നാട്ടിലെ പോണക്ക് നമുക്ക് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ഉണ്ട് എന്നും പറഞ്ഞാൽ ഈ ബില്ല് കാര്യമൊന്നും പണിയാൻ പറ്റില്ല. ആ കൗൺസിലിന്റെ പെർമിറ്റ് തരുന്ന രീതിയിൽ വിതിൻ നിന്നുകൊണ്ട് വേണം നമുക്ക് പ്രകൃതിയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് വേണം ഇവിടെ പെര പണിയിക്കാനായിട്ട്. പിന്നെ വേറെ കാര്യം, നമ്മൾ ജോലിയൊക്കെ കിട്ടി, നമുക്ക് പെർമനന്റ് റെസിഡന്റ് കിട്ടി, സിറ്റിസൺഷിപ്പ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ 99.9% ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി സുഹൃത്തുക്കളൊക്കെ ബാങ്കിന് അപ്രോച്ച് ചെയ്യും.
എന്നിട്ട് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് അവർ ലോൺ തരും. എന്നിട്ട് നമ്മൾ വാടക കൊടുത്ത് നമ്മുടെ പൈസ കളയുന്നതിനേക്കാളും നമ്മൾ ഇതുപോലൊക്കെ ഒരു വീട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട് പണിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആ പൈസ അവിടെ കിടക്കും. അതുകൂടാതെ ഞാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ഒത്തിരി പേര് ഈ ലോൺ ഏജന്റുമാരോ അല്ലെങ്കിൽ മോർഗേജ് ഏജന്റുമാരോ ഒക്കെ ഉണ്ട്. അവർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. ബാങ്കിൽ പോയതിനെക്കാട്ടും നല്ലത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാ കാര്യങ്ങളെല്ലാം ശരിയായിക്കോളും. ഞാൻ അങ്ങനെ എൻ്റെ ഒരു കസിനാണ് എൻ്റെ ഈ ലോൺ എല്ലാം ശരിയാക്കി തന്നത്. അപ്പം വേണമെങ്കിൽ അല്ലാതെ ആൾക്കാർ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്നും ആ ലോൺ എല്ലാം കിട്ടും. അപ്പൊ അത് ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ ആണ്. ഇവിടെ ഇങ്ങനെയാണ് സംഭവമൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ ഇതുണ്ടല്ലോ, ഇതൊരു ലിവിംഗ് റൂമാണ്. ഇതാണ് നമ്മൾ പ്രാർത്ഥനാ മുറിയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് നമുക്ക് സംസാരിക്കാനും പറ്റിയ ഒരു റൂമാണ്. ഇതാണ് ഇവിടുത്തെ ലിവിംഗ് റൂം. കണ്ടല്ലേ, ഇതാണ് സംഭവം. അത് നമ്മൾ വീണ്ടും നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ വീടുകളുടെ ഒരു പ്രത്യേകത, മിക്ക വീടിന്റെ ഫ്രണ്ടിലായിരിക്കും മാസ്റ്റർ ബെഡ്റൂം. ഇതാണല്ലേ, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണല്ലേ, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം നമ്മുടെ ഇവിടുത്തെ. ഹായ്, ഇതാരാണ് ഇരിക്കുന്നത്? വാട്ട് യു ഡൂയിങ് തോമച്ചൻ? I'm playing Prodigy and this is some pets called Arachid. Yeah, which one? This one's Arachid. This one's Nebulite. Okay. This one's Shade. This Okay, one's, that's okay. Okay, you can do that. You are doing max, isn't it? this one's String, yeah. Okay. Okay. Can I show you my account? Sorry? Can I show you my account? No, I will do later that one. Okay. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റഡി ആയിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കാം. നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വേറെ ഒരു ചെറിയൊരു ഓഫീസ് പോകണം. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ടല്ലേ, ഇതിങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഇവിടുന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു വോക്കിൻ റൂമാണ്. നമ്മുടെ തുണി സാധനങ്ങളെല്ലാം വെക്കുന്ന ഇവിടാണ്. ഇതുണ്ടല്ലേ, ഇതാണ്. അവിടുന്ന് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഉണ്ടല്ലേ, ഇതാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഷവർ അവിടെ ഉണ്ട്, വാഷ് ബേസിൻ ഇവിടെ ഉണ്ട്. ഈ പെര പണിത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഷവർ ഒക്കെ മാറ്റി വെക്കാം, അങ്ങോട്ട് വെക്കാം, ഇങ്ങോട്ട് വെക്കാം, വലിയ മിറർ വെക്കാം. ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം തന്നെ ഈ ബേസിൻ തന്നെ നമുക്കിത് സാധാരണ ബേസിക് ആയിട്ടുള്ളതാണ് ഇവർ തരുന്നത്. പക്ഷേ ഇത് ഇച്ചിരി അപ്ഗ്രേഡ് വെച്ചാണ്. അങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ട് നമുക്ക് പെര പണിത് കഴിഞ്ഞാൽ. ഉണ്ടല്ലേ, അവിടെ ഹീറ്റ് ലൈറ്റ് ഉണ്ട്, അവിടെ ഡിം ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് പെര പണിതാനുള്ളൊരു ഗുണം. മാസ്റ്റർ ബെഡ്റൂമിൽ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലേ, ഇത് നമുക്ക് ഒരു ചെറിയൊരു റൂമാണ്. ചെറിയൊരു നമ്മുടെ പുസ്തകങ്ങളും ബുക്കുകളും അടുക്കി വെക്കാൻ പറ്റുന്ന ചെറിയൊരു റൂമാണ്. ഇതാണല്ലേ, ഇത് കുറേ സ്പേസ്, മുകളിൽ ക്രിസ്മസ് ട്രീയും നമ്മുടെ പെട്ടിയും അങ്ങനെയൊക്കെ സംഭവം വെക്കുന്നതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗരാജാണിത്. ഈ പെര പണിതാനുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗരാജിനൊക്കെ നമുക്ക് വലിപ്പം കൂട്ടാം. ചിലപ്പോൾ നമ്മൾ മേടിക്കുന്ന ഒരു പെരയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും വലിപ്പം കാണുകയില്ല. അപ്പോൾ അതാണ് നമ്മൾ പണിതാനുള്ളൊരു ഗുണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിപ്പം കൂട്ടുകയും ഒക്കെ വെക്കാം. കണ്ടോ, നമ്മൾ ഗാരേജിൽ ഇങ്ങനെ കയറി വരുമ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഓസ്ട്രേലിയൻ പെരകൾക്കെല്ലാം ഓപ്പൺ ഏരിയ കിച്ചൺ ആണല്ലോ, ഓപ്പൺ സ്പേസ് ആണ് മുഴുവൻ. ഇതാണല്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതൊരു ഇതൊരു ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെ അവിടെ വേണമെങ്കിൽ TV ഒക്കെ വെക്കാം. അവിടെ ഡൈനിങ് ആണ്. അപ്പോൾ പപ്പായ അമ്മ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും സൊറയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് ആണല്ലേ. ഓക്കെ, അപ്പോൾ പപ്പായ ഇവിടുന്ന് വീട് പണിയെന്നൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നാട്ടിലെ ഇവിടുത്തെ നമ്മൾ വ്യത്യാസം എന്നാണ് ആക്ച്വലി? നാട്ടിലെ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വീട് നിർമ്മിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും നല്ലത്. പ്രകൃതിക്ക് അനുയോജ്യമായ അല്ലേ? പിന്നെ അത് തന്നെയല്ല, ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം, മാക്സിമം ഒരു 3 മാസം കൊണ്ട് തന്നെ ഒരു 4 ബെഡ്റൂം അതിന്റെ എല്ലാ സൗകര്യമുള്ള വീട് പണിത് നമുക്ക് കിട്ടും. മറ്റേന്ന് പറഞ്ഞാൽ 1-2 വർഷം സമയം എടുക്കും. പിന്നെ മമ്മി ഇവിടെ തന്നെ പ്രത്യേകം എല്ലാം കണ്ടിട്ടുണ്ടോ? ഇവിടെ വീടിനകത്തോളം നമുക്ക് ഗ്യാസ് മറ്റുള്ളതിന്റെ സ്റ്റൗ എല്ലാം അവര് ഇൻക്ലൂഡഡ് ആയതെല്ലാം വീട് പണി. അത് ശരി, അത് ഞാൻ സത്യം പറയാൻ മറന്നുപോയി. അത് മമ്മി പറഞ്ഞു നന്നായി. ഓവന്, ഡിഷ് വാഷർ എല്ലാം, ആ സ്പേസ് എല്ലാം കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഡൈനിങ് ഏരിയ ആണല്ലോ. ഇവിടെയാണ് നമ്മൾ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പെര പണിയുന്നതനുസരിച്ച് നമ്മുടെ കയ്യിൽ കാശ് അനുസരിച്ച് ഇതിന്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. മമ്മി മുമ്പേ പറഞ്ഞുകൊടുക്കുന്നത് ഇത് ഒത്തിരി സ്പേസ് ലാഭിക്കുക. ഇതാണ് മൈക്രോവേവ് ഓവൻ ഇവിടെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമുക്ക് വേറെ സ്പേസിന്റെ ആവശ്യമില്ല. അതുപോലെ ഡിഷ് വാഷർ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ ഇതല്ല, ഇവിടെ നമുക്ക് ഈ സ്പേസ് ഇവിടെ ഇതിന്റെ അകത്താണ് വെച്ചേക്കുന്നത്. നമുക്ക് നല്ലോണം ലാഭിക്കാൻ പറ്റും. കണ്ടില്ലേ, ഇത് ഇവിടെ നമുക്ക് വേസ്റ്റ് ഒക്കെ ഇടാനായിട്ട് ഇതുണ്ട് സംഭവം. ഇത് കണ്ടില്ലേ, അതുകൊണ്ടൊക്കെ നമുക്ക് ഈ സിങ്ക് പണിയിപ്പിക്കുന്നതുകൊണ്ട് ഈ സിങ്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യാം. പുതിയ വില കൂടി വെക്കാം, കുറഞ്ഞത് വെക്കാം. പിന്നെ നമുക്ക് ഇവിടാണ് നമ്മുടെ
പാൻട്രി ഇതുണ്ട്. ഫ്രിഡ്ജ് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് വലിയൊരു സ്പേസ് ലാഭമുണ്ട് കണ്ടില്ലേ. ഇവിടെയാണ് നമ്മുടെ ഗ്രോസറി ഐറ്റംസ് എല്ലാം വെക്കുന്നത് കണ്ടില്ല. നമ്മുടെ മട്ട അരിയൊക്കെ ഇരിക്കുന്നില്ലേ. നമ്മൾ ആ കിച്ചണിൽ അവിടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതുണ്ട്. ഇത് നമ്മൾ സാധാരണ എന്തിനു വേണ്ടി ഉപയോഗിക്കാവുന്ന റൂമാണ്. പക്ഷെ നമ്മൾ സാധാരണ ഇവിടെ ഇതുണ്ടല്ലോ, ഇവിടെ ടി വി ഒക്കെ വെച്ചേക്കാണല്ലേ. നമ്മൾ ടി വി ഒക്കെ വെക്കുന്ന ഒരു റൂമാണ്. ചെറിയ നമ്മൾ ടി വി സാധാരണ നമ്മളെല്ലാം ഇവിടെ ഇരുന്നാണ് കാണുന്നത് ഈ റൂം. ഇതിന് റംബസ് റൂം എന്നാണ് നാട്ടിൽ പറയുന്നത്. ഒരുമാതിരിപ്പെട്ട ഇവിടെയുള്ള പേരക്കെല്ലാം ഇങ്ങനെ ഒരു റംബസ് റൂം ഉണ്ട്. ആൾക്കാർക്ക് ഗെയിം കളിക്കാനും പിള്ളേർക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിട്ടും ഒക്കെ ഉള്ള ഒരു റൂമാണ്. പക്ഷെ നമ്മൾ ഈ റൂം ഉപയോഗിച്ചേക്കുന്നത് നമ്മളൊരു തിയേറ്റർ റൂം ഫോണൊക്കെയാണ്. അതായത് നമുക്ക് ടി വി ഉണ്ടല്ലേ, ടി വി ഇതെല്ലാം കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. അതാണ് നമ്മൾ ആ മെയിൻ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ റൂം ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് ഹോം തിയേറ്റർ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെറിയൊരു ഇതുണ്ടല്ലോ, അവിടെ ഒരു ഇതൊക്കെ വെച്ച് നമ്മൾ അടച്ചേക്കാണ്. അതായത് വലിയ കാറ്റൊന്നും അടിക്കാതെ ഇത് ഒരു റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെയും നമ്മൾ സാധാരണ ചായയും ചെറു ഫുഡൊക്കെ എല്ലാം മീനൊക്കെ വറക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മുടെ കുറേ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. സമ്മർ ടൈമിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉണ്ടല്ലേ. ഈ സാധനം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ചെറിയൊരു ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് പിടിപ്പിക്കുക. ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആണ്, വേണമെങ്കിൽ പിടിപ്പിക്കാം, അല്ലെങ്കിൽ ഓപ്പണായി ഇടാം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കവർ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കണ്ടില്ലേ ഈ സാധനങ്ങൾ ഇതെങ്ങനെ ഉടക്കി നോക്കുകയൊക്കെ ചെയ്യാം. അത് പക്ഷേ ഒരു ഭംഗിയാണ് സംഭവം. കണ്ടില്ലേ നല്ല ഇതാണ് ഇങ്ങനെ വിൻഡോ കണ്ടില്ലേ, ഈ വിൻഡോസ് ഇങ്ങനെ രസമാണ്. നമ്മുടെ ബെഡ്റൂമുകളിൽ ബാക്കി 3 മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കയറി വരുന്നതാണ്. ബാക്കിയുള്ള ബെഡ്റൂമുകളെല്ലാം ഇവിടെയാണ്. ഈ വീടിന്റെ പ്ലാൻ ഇങ്ങനെയാണ്. ചില വീടിന്റെ പ്ലാൻ വ്യത്യാസമായിരിക്കും. ഇതൊരു ബെഡ്റൂമാണ്, ഇത് സെക്കൻഡ് ബെഡ്റൂമാണ്. ഇത് നമുക്കിവിടെ ഇതിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 3 ബെഡ്റൂമിൽ ഉള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് ഇവിടുത്തെ ഇത് കണ്ടോ, ഇതൊരു ഷവർ റൂമും എല്ലാം കൂടെ ഒരു ബാത്ത് ടബ് എല്ലാം കൂടെ ഉള്ളത് ഇതിനകത്തുണ്ട്. കണ്ടില്ലേ ഇനി ഈ ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ലോണ്ടറി ഉണ്ട്. നമ്മുടെ ഇത് ലോണ്ടറിയാണ് ഈ കാണുന്നതല്ലേ, ഇതാണ് ലോണ്ടറി ഇവിടുത്തെ. അതിനകത്ത് തന്നെ നമുക്ക് ചെറിയ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അത് ഇതല്ലേ, ഇവിടെ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. അല്ല നമുക്ക് നല്ല പെട്ടിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടല്ലേ. ഈ ഡോർ അടച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് 2 ബെഡ്റൂംസ്. ഇതൊരു ബെഡ്റൂമാണ്, ഇതൊരു ബെഡ്റൂമാണ്. ഇതാണ് ലാസ്റ്റ് ബെഡ്റൂം. നമ്മുടെ ഇതാണ് ഏറ്റവും ചെറിയ ബെഡ്റൂം. പക്ഷെ ഇതും കുഴപ്പമില്ലാത്ത ബെഡ്റൂം ആണല്ലോ. ഇതാണ് ഏറ്റവും ലാസ്റ്റ് ബെഡ്റൂം. ഇത് നമ്മുടെ ഇവിടുത്തെ ചെറിയൊരു മിനി വെജിക്കാരനാണ്. അത് എല്ലാ വെറൈറ്റി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാകും. നമ്മുടെ വീടിന്റെ പുറവശമാണ് ഈ കാണിക്കുന്നത്. നമ്മൾ വലിയ കൃഷിക്കാരനൊന്നുമല്ല. ചെറിയൊരു കോളിഫ്ലവറിന്റെ ഒരെണ്ണം ഉണ്ടാക്കുന്നത്, അതെല്ലാം പറിക്കുകയാണ്. ഇതാ തന്നെ പറ്റും കോളിഫ്ലവറിന്. അത് ഇച്ചിരി പൂവായി. ഇനി വേറെ കൂടെ ഉണ്ട് ഇവിടെ. കോളിഫ്ലവർ മഞ്ചൂരിയൻ ഉണ്ടാക്കാം. കോളിഫ്ലവർ ഇവിടെ വന്നാൽ വലിയ കൃഷിയൊന്നുമില്ല, എങ്കിലും ഇച്ചിരി പയറുണ്ട്. അതേ മമ്മിയോടെ പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത്രയാണല്ലോ. അതെ, നമ്മളിവിടെ ചെറിയൊരു വെജിപ്പാശുണ്ട്. നമ്മൾ വലുതായിട്ടൊന്നും ഇവിടെ കൃഷി ചെയ്യുന്നില്ല. ഇച്ചിരി പയറുണ്ട്, ഇച്ചിരി കോളിഫ്ലവർ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം ഇനി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കണം. ഇത്രയേ ഉള്ളൂ നമ്മളിവിടെ. ഇനി ഇവിടെ ഇച്ചിരി ഉള്ളി ഇരിപ്പുണ്ട്. ഇവിടെ ഇച്ചിരി ചുവന്നുള്ളി ഇരിപ്പുണ്ട്. ഇവിടെ ഇത് ഉള്ളിയാണ്. ഇത് പറിക്കാറായിട്ടില്ല, പറിക്കാറായി വരുന്നേ ഉള്ളൂ. ഇച്ചിരി വെള്ളം കൂടി വെച്ചേക്കാം.
അതായത് ഇത് ഇവിടുത്തെ നമ്മുടെ വീടിന് ഒരു വാട്ടർ ടാങ്ക് ആണ്. ഏകദേശം ഇത് 5000 ലിറ്റർ അങ്ങനെ കണ്ടതിൻ്റെ കൊള്ളുന്നത്. അത് ഇപ്പോൾ ഇവിടുത്തെ ഉള്ള പെരയ്ക്കൊന്നും ഇത് നമ്മൾ എക്സ്ട്രാ വെപ്പിച്ചാണ്. അതായത് മഴ ഒക്കെ ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗാർഡനിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിലോട്ടുള്ള ഫ്ലഷ് ചെയ്യുന്നല്ല ഇതിനകത്തു നിന്നാണ് പോകുന്നത്. ഇതാണ് ഹോട്ട് വാട്ടറിൻ്റെ നാച്ചുറൽ ഗ്യാസിൻ്റെ ഇതൊക്കെ വരുന്ന ഈ സംഭവത്തിൽ നിന്നാണ്. ഇതല്ലേ ഇത് ഇതൊക്കെയാണ് പുറവശമുള്ളത്. അപ്പം ഇതൊക്കെയാണ് പെര. ജസ്റ്റ് 4 ബെഡ്റൂമുള്ളൊരു പെരയാണ്. വലിയ പെരയൊന്നുമല്ല. ഓസ്ട്രേലിയയിലെ ഒരു ചെറിയ പെരയാണ്. അപ്പം നമ്മളെ പോണക്കുള്ള സാധാരണക്കാർ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പെര പണിയിപ്പിക്കുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അതുകൂടാതെ തന്നെ നമ്മുടെ ബ്രദറിൻലോ ഈ സെയിം പെര പണിയിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ 1-2 സുഹൃത്തുക്കൾ ഈ പെര പണിയിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ പ്ലാൻ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് സൗകര്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ ഞാൻ അന്നത്തെ എൻ്റെ പെര 2 കൊല്ലം മുമ്പാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ഫോട്ടോയുടെ ക്ലിപ്പുകളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ സുഹൃത്ത് പണിയിപ്പിച്ച പെര ഏറ്റവും സെറ്റ്, അതായത് സ്ഥലം തൊട്ട് കീ എടുക്കുന്നതിനും വരെയുള്ള ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ നടക്കുകയാണ്. താമസിയാതെ തന്നെ ഒരു 1-2 ആഴ്ചക്ക് അത് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓസ്ട്രേലിയ എങ്ങനെയാണ് പെര പണിയുന്നത്, പ്രകൃതിയോട് അനുകൂലമായിട്ടാണോ അല്ലയോ എന്നൊക്കെ ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ എൻ്റെ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി അല്ലെങ്കിൽ അടുത്ത നല്ലൊരു സബ്ജക്റ്റുമായി വരുന്നതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.